ഡിയർ സ്റ്റുഡൻസ്, ഈ വർഷം എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് റാങ്ക് ലിസ്റ്റിൽ പേര് വരണമെങ്കിൽ എൻട്രൻസ് പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടണമെന്നും എൻട്രൻസ് മാർക്ക് എങ്ങനെയാണ് നോർമലൈസ് ചെയ്യുന്നത് എന്നുമാണ്. എഞ്ചിനീയറിംഗ് പരീക്ഷ 5 ദിവസമായിട്ടാണ് നടക്കുന്നത്. പരീക്ഷയ്ക്ക് ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. മാത്തമാറ്റിക്സിൽ നിന്നും 75 ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ആകെ 150 ക്വസ്റ്റ്യൻസ്, 180 മിനിറ്റാണ് പരീക്ഷയ്ക്കുള്ളത്. ഫാർമസി പരീക്ഷയ്ക്ക് ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യനും കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യനും, അങ്ങനെ ആകെ 75 ക്വസ്റ്റ്യൻസ്, 90 മിനിറ്റാണ് പരീക്ഷയ്ക്കുള്ളത്. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ പേര് വരണമെങ്കിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തിരിക്കണം. ഫാർമസി പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തിരിക്കണം. കൂടാതെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ എൻട്രൻസ് പരീക്ഷയിൽ നോർമലൈസ് ചെയ്ത മാർക്ക് 10 കിട്ടിയിരിക്കണം. SC/ST കുട്ടികൾക്ക് മാർക്ക് ബാധകമല്ല, പക്ഷേ ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തിരിക്കണം. എൻട്രൻസ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുവാൻ 50:50 എന്ന അനുപാതത്തിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ നോർമലൈസ് ചെയ്ത മാർക്കും +2 പരീക്ഷയിൽ സെക്കൻഡ് ഇയറിൽ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളുടെ മാർക്കും സ്റ്റാൻഡർഡൈസ് ചെയ്താണ് എടുക്കുന്നത്. കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അതുമില്ലെങ്കിൽ ബയോടെക്നോളജി, അതുമില്ലെങ്കിൽ ബയോളജി എന്നീ വിഷയങ്ങളുടെ മാർക്കാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. +2 മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ ഓരോ വിഷയത്തിനും ഹയർ സെക്കൻഡറിയിൽ 120 കിട്ടിയ മാർക്ക് 100 മാറ്റി സ്റ്റാൻഡർഡൈസ് ചെയ്യും. അതുപോലെ CBSEയിൽ 100 കിട്ടിയ മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത് 100 മാറ്റും. ഇങ്ങനെ 3 വിഷയങ്ങളുടെയും സ്റ്റാൻഡർഡൈസ് ചെയ്ത 100 കിട്ടിയ മാർക്ക് 300 മാറ്റി ആണ് +2ൻ്റെ മാർക്ക് കണക്കാക്കുന്നത്. എങ്ങനെയാണ് +2 മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വർഷങ്ങളിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഇങ്ങനെ +2വിൽ സ്റ്റാൻഡർഡൈസ് ചെയ്ത 300 കിട്ടിയ മാർക്കും എൻട്രൻസ് എക്സാമിനേഷന് നോർമലൈസ് ചെയ്ത് കിട്ടിയ മാർക്ക് 300 മാറ്റി ആകെ 600 എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിനെ അനുസരിച്ചായിരിക്കും എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എൻട്രൻസ് പരീക്ഷയിൽ ഓരോ ചോദ്യത്തിനും 5 സജസ്റ്റീവ് ആൻസർ ഉണ്ടായിരിക്കും. ഒരെണ്ണം മാത്രമേ ശരി ഉണ്ടായിരിക്കുകയുള്ളൂ. ശരി മാർക്ക് ചെയ്താൽ 4 മാർക്ക് കിട്ടും, തെറ്റ് മാർക്ക് ചെയ്താൽ 1 മാർക്ക് കുറയ്ക്കും. 5 സജസ്റ്റീവ് ആൻസർ ഉള്ളത് കൊണ്ട് കറക്കി കുത്തിയാൽ പ്രത്യേക ഗുണമൊന്നുമില്ല, സമയം പോകുമെന്നേ ഉള്ളൂ. 4 സജസ്റ്റീവ് ആൻസർ ഉണ്ടായിരുന്നെങ്കിൽ കറക്കി കുത്തിയാൽ ഗുണമുണ്ടാകുമായിരുന്നു. 5 ദിവസങ്ങളിലായി നടക്കുന്ന പരീക്ഷയിൽ എളുപ്പമുള്ള പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ 10ൽ കൂടുതൽ മാർക്ക് കിട്ടിയാൽ നോർമലൈസ് ചെയ്യുമ്പോൾ 10ൽ താഴെയാകാം. വിഷമമുള്ള പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ 10ൽ താഴെ മാർക്ക് കിട്ടിയാൽ നോർമലൈസ് ചെയ്യുമ്പോൾ 10ൽ കൂടുതലാകാം. വ്യത്യസ്ത ദിവസങ്ങളിലായി എൻട്രൻസ് പരീക്ഷ നടക്കുന്നതിൽ ഡിഫിക്കൽട്ടി ലെവല് തുല്യമാക്കാനാണ് മാർക്ക് നോർമലൈസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് മാർക്ക് നോർമലൈസ് ചെയ്ത് നിങ്ങളുടെ നോർമലൈസ് മാർക്ക് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് പ്രോസ്പെക്ട്സിൻ്റെ 9.7.5ൽ പറയുന്നത്, ടു ക്വാളിഫൈ ദ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ആൻഡ് ദെയർബൈ ബിക്കമിംഗ് എലിജിബിൾ ടു ഫിഗർ ഇൻ ദ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ്, എ കാൻഡിഡേറ്റ് മസ്റ്റ് സെക്യൂർ എ മിനിമം നോർമലൈസ്ഡ് സ്കോർ ഓഫ് 10 ഇൻ ദ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ നോർമലൈസ്ഡ് സ്കോർ 10 കിട്ടിയിരിക്കണം. അതുപോലെ പിന്നെ പറയുന്നതാണ് 5 മൾട്ടിപ്പിൾ സജസ്റ്റീവ് ആൻസർ ഉണ്ടാവും, അതിലൊരെണ്ണം മാത്രമേ ശരിയായുള്ളൂ. കൂടാതെ 9.4.3ൽ പറയുന്നുണ്ട്, മാത്സിൽ നിന്ന് 75 ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യനും ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്.
ടോട്ടൽ 150 ക്വസ്റ്റ്യൻ 180 മിനിറ്റ്സ്, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ 9.4.4ൽ പറയുന്നുണ്ട് ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തില്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരികയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നോർമലൈസേഷൻ പ്രൊസീജിയർ പറയുന്നുണ്ട്. കൂടാതെ പ്രിപ്പയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ 9.7.4 പറയുന്നുണ്ട് 50:50 ആണ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെയും +2ൻ്റെയും മാർക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് പഠിക്കേണ്ടത്. കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അതുമില്ലെങ്കിൽ ബയോടെക്നോളജി, അതുമില്ലെങ്കിൽ ബയോളജിയുടെ മാർക്കാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഫോർമുലയാണ് ഇത്. +2 മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഫോർമുല. എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോർമലൈസ് ചെയ്യാൻ സ്റ്റെപ്പ് 1, കൺവേർട്ട് റോ മാർക്സ് ഓഫ് സ്റ്റുഡൻറ് ടു പെർസെൻറ്റേജ് സ്കോർ ഫോർ ഈച്ച് സെക്ഷൻ സെപ്പറേറ്റ്ലി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, കൺവേർട്ട് റോ സ്കോർ ഇൻറ്റു പെർസെൻറ്റേജ് സ്കോർ. ഏകദേശം ഒരു പരീക്ഷയിൽ 1,00,000 കുട്ടികളാണ് പരീക്ഷ എഴുതുക. അതിൽ ഏകദേശം എല്ലാ കൊല്ലവും 25,000 കുട്ടികൾ മിനിമം മാർക്ക് കിട്ടാതെ ഔട്ടാകുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് പെർസെൻറ്റേജ് സ്കോറാണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് സ്കോർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല the number of candidates that appeared in the session and scored either equal to or lesser than the candidate divided by total number of candidates in the section into 100 എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം പരീക്ഷ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്ക് 600-ൽ 595 ആണെന്ന് വിചാരിക്കുക. 20,001 കുട്ടികളാണ് പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുക ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും 595 അതിൽ താഴെയോ ആണ് മാർക്ക് കിട്ടിയത്. അപ്പം 20,001 കുട്ടികൾക്കും 595 അതിൽ താഴെയോ ആണ് മാർക്ക് കിട്ടിയത്. അപ്പം അതാണ് മുകളിൽ എഴുതേണ്ടത്. താഴെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അത് 20,001 ഇൻറ്റു 100. അപ്പം 100% മാർക്ക് കിട്ടും. അപ്പം ഏറ്റവും ടോപ്പ് കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും. അത് നിങ്ങൾ ഓർമ്മ വേണം. അത് എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഒന്നിലധികമോ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും. ഇനി ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ഹയസ്റ്റ് സ്കോർ 592 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 592 അതിൽ താഴെയോ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കും. അപ്പം ഈ 595 മാർക്ക് കിട്ടിയ കുട്ടി ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം 592 അതിൽ താഴെയോ ആയിരിക്കും മാർക്ക്. അപ്പം 20,000 കുട്ടികൾ. താഴെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതാണ് താഴെ എഴുതേണ്ടത്, ഇൻറ്റു 100. അപ്പോൾ 592% മാർക്ക് കിട്ടിയ കുട്ടിയുടെ 592 മാർക്ക് കിട്ടിയ കുട്ടികളുടെ പെർസെൻറ്റേജ് സ്കോർ ഇതായിരിക്കും 99.99500024. ഇത് 8 ഡെസിമലിന് കറക്റ്റ് ചെയ്ത് എഴുതുമെന്നാണ് പറയുന്നത്. ഇനി ആദ്യത്തെ ദിവസം പരീക്ഷ എഴുതിയ ഒരു കുട്ടിക്ക് 10 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10-ഓ 10-ൽ താഴെയോ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കുക. അത് 3,310 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3,310 കുട്ടികൾക്ക് 10-ഓ അതിൽ താഴെയോ ആണ് മാർക്ക് കിട്ടിയത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അത് 20,001 ആണ്, ഇൻറ്റു 100. അപ്പോൾ ആദ്യത്തെ ദിവസം 10 മാർക്ക് കിട്ടിയ കുട്ടികളുടെ പെർസെൻറ്റേജ് സ്കോർ 16.54911725 ആയിരിക്കും. ഇനി ഏറ്റവും കുറവ് ആദ്യത്തെ ദിവസം ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ കുട്ടിയുടെ സ്കോർ -9 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ -9 കിട്ടിയ ഒരു കുട്ടിയാവുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം -9-ഓ അതിൽ താഴെയോ മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാണ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ആ ദിവസം പരീക്ഷ എഴുതിയ സ്റ്റുഡൻസ്, അത് 20,001 ആണ്, ഇൻറ്റു 100. അപ്പം 0.004949975 ആണ് ആ കുട്ടികളുടെ പെർസെൻറ്റേജ് മാർക്ക്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ദിവസം പരീക്ഷ എഴുതിയ 20,001 കുട്ടികളുടെയും പെർസെൻറ്റേജ് സ്കോർ നോക്കും. ആദ്യത്തെ കുട്ടികളുടെ പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും.
ഏറ്റവും ടോപ്പ് കിട്ടിയ കുട്ടികളുടെ എല്ലാം പെർസെൻറ്റേജ് സ്കോർ അത് ഒരേ മാർക്ക് 595 കിട്ടിയ 5 കുട്ടികളുണ്ടെങ്കിൽ അവരുടെ 5 പേരുടെയും പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും. പിന്നെ 592 കിട്ടിയ കുട്ടികളുടെ എല്ലാം പെർസെൻറ്റേജ് സ്കോർ നോക്കുക. അങ്ങനെ 20,001 കുട്ടികളുടെയും പെർസെൻറ്റേജ് സ്കോർ നോക്കുക. പിന്നെ അടുത്ത ദിവസം 6-ാം തീയതി നെക്സ്റ്റ് ഡേയ്സിൽ ടോപ്പ് സ്കോർ കിട്ടിയത് 596 വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 596 കിട്ടിയ ഒരു കുട്ടി, ആ 596 കിട്ടിയ കുട്ടിയുടെ പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും. അത് അന്ന് പരീക്ഷ എഴുതി 20,060 കുട്ടികൾ പരീക്ഷ എഴുതി. അപ്പോൾ താഴെ 20,060, മുകളിൽ 596 അതിൽ താഴെയോ മാർക്ക് കിട്ടിയ കുട്ടികൾ എന്താകും 20,060 തന്നെ. അപ്പോൾ ആ കുട്ടിയുടെ സ്കോർ പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും. പിന്നെ സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത് 591. അപ്പം 591 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്നും ആദ്യത്തെ ദിവസം 596 കിട്ടിയ ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ 591 അതിൽ താഴെയോ മാർക്ക് കിട്ടിയ കുട്ടികൾ എത്രയായിരിക്കും? 20,060 നിന്ന് കുറച്ചത്. അപ്പോൾ 20,051. 591 മാർക്ക് കിട്ടിയ കുട്ടിയുടെ പെർസെൻറ്റേജ് സ്കോർ 20,059 ഡിവൈഡ് ബൈ 20,060 100 ആയിരിക്കും. അപ്പോൾ 99.99501495 കിട്ടും 8 സ്ഥാനത്തിന്. അതുപോലെ തന്നെ ഓരോ ദിവസവും ഈ 7-ാം തീയതി ഹയസ്റ്റ് സ്കോർ കിട്ടിയ കുട്ടികളുടെ എല്ലാം പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും. ബാക്കിയുള്ളവരുടെയൊക്കെ കണ്ടുപിടിക്കുക. അങ്ങനെ അടുത്ത ദിവസവും കണ്ടുപിടിക്കുക. 8-ാം തീയതി ഹയസ്റ്റ് സ്കോർ കിട്ടിയ കുട്ടികളുടെ അത് 595 ഹയസ്റ്റ് സ്കോർ, ആ കുട്ടിയുടെ പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും. ബാക്കിയുള്ളവരൊക്കെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 9-ാം തീയതിയും ഹയസ്റ്റ് സ്കോർ 596, ആ കുട്ടിയോ കുട്ടികളുടെ എല്ലാം പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും. ബാക്കിയുള്ളവരുടെ എല്ലാം കണ്ടുപിടിക്കുക. ഏറ്റവും അവസാനത്തെ ദിവസം ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയത് -8 ആണെങ്കിൽ അതൊരു കുട്ടിക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ പെർസെൻറ്റേജ് സ്കോർ 1 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അന്ന് എഴുതിയത് 19,940. അപ്പോൾ 1 ഡിവൈഡ് ബൈ 19,940 ഇൻറ്റു 100 ആയിരിക്കും. ആ കുട്ടിയുടെ പെർസെൻറ്റേജ് സ്കോർ ആണിത്. അങ്ങനെ 5 ദിവസവും പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളുടെയും പെർസെൻറ്റേജ് സ്കോർ കണ്ടുപിടിക്കുക. ഇനി ഓരോ ദിവസവും കിട്ടിയ കുട്ടികളുടെ പെർസെൻറ്റേജ് സ്കോർ ആദ്യത്തെ കോളത്തിൽ എഴുതുക. അപ്പം 100% സ്കോർ കിട്ടിയ ആദ്യത്തെ ദിവസത്തെ ഹയസ്റ്റ് സ്കോർ 595 ആ മാർക്ക് കിട്ടിയവരെല്ലാം 100% രണ്ടാമത്തെ ദിവസം 596, മൂന്നാമത്തെ ദിവസം 600, നാലാമത്തെ ദിവസം 595, അഞ്ചാമത്തെ ദിവസവും 596. അപ്പോൾ എല്ലാ ദിവസവും ടോപ്പ് മാർക്ക് വന്ന കുട്ടികളുടെ എല്ലാം പെർസെൻറ്റേജ് സ്കോർ 100 ആയിരിക്കും. അതിനുശേഷം ഇവിടെ മൂന്നാമത്തെ ദിവസം 594 മാർക്ക് കിട്ടിയ കുട്ടിയുടെ പെർസെൻറ്റേജ് സ്കോർ ഇതാണ്. നാലാമത്തെ ദിവസം 590 മാർക്ക് കിട്ടിയ കുട്ടിയുടെയും പെർസെൻറ്റേജ് സ്കോർ ഇത് തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ 594 മാർക്കും നാലാമത്തെ ദിവസത്തെ 590 മാർക്കും തുല്യമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ 100% കിട്ടിയ കുട്ടികളുടെ എല്ലാം ആദ്യത്തെ ദിവസത്തെ 595, രണ്ടാമത്തെ ദിവസത്തെ 596, മൂന്നാമത്തെ ദിവസത്തെ 600, നാലാമത്തെ ദിവസത്തെ 595, അഞ്ചാമത്തെ ദിവസത്തെ 596 മാർക്കും തുല്യമാണ്. അതുകൊണ്ടാണ് 100% എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ 1,00,000 കുട്ടികളുടെ പെർസെൻറ്റേജ് സ്കോർ ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇതിൽ നോക്കുക, മൂന്നാമത്തെ ദിവസത്തെ 594 നാലാമത്തെ ദിവസത്തെ 590 ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് രണ്ട് മാർക്കും തുല്യമാണെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ എല്ലാ കുട്ടികളുടെയും നമുക്ക് പെർസെൻറ്റേജ് സ്കോർ കിട്ടി. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആ കുട്ടിയുടെ സ്റ്റാൻഡേർഡ് നോർമലൈസ്ഡ് സ്കോർ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇനി 100% മാർക്ക് കിട്ടിയ കുട്ടികളുടെ നോർമലൈസ്ഡ് മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് ആദ്യത്തെ ദിവസം A1 ഉണ്ട്, അത് ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, രണ്ടാമത്തെ ദിവസത്തെയുണ്ട്, മൂന്നാമത്തെ ദിവസത്തെയുണ്ട്, നാലാമത്തെ ദിവസത്തെയുണ്ട്, അഞ്ചാമത്തെ ദിവസത്തെയുണ്ട്. ഈ 5 കുട്ടികൾക്കും 5 ദിവസത്തെയും ഹയസ്റ്റ് ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ എല്ലാം പെർസെൻറ്റേജ് സ്കോർ 100. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ടോപ്പ് മാർക്ക് എടുക്കുക, രണ്ടാമത്തെ ടോപ്പ് എടുക്കുക, മൂന്നാമത്തെ ദിവസത്തെ ടോപ്പ് എടുക്കുക, നാലാമത്തെ ദിവസത്തെ ടോപ്പ് എടുക്കുക, അഞ്ചാമത്തെ ദിവസത്തെ ടോപ്പ് മാർക്ക് എടുക്കുക.
അതിൻ്റെ ആ 5 ദിവസത്തെയും ടോപ്പ് മാർക്കിൻ്റെ ആവറേജ് നോക്കുക. അത് 596.4 അപ്പം 100% കിട്ടിയ കുട്ടികളുടെ നോർമലൈസ്ഡ് മാർക്ക് 596.4 ഇനി അതിനടുത്തുള്ള കുട്ടികളുടെ മാർക്ക് കാണണം. ഇനി 99 സെക്കൻഡ് പെർസെൻറ്റേജ് സ്കോർ എന്ന് പറയുന്ന ഇതാണ്. ആ സ്കോർ കിട്ടിയ കുട്ടികൾ മൂന്നാമത്തെ ദിവസത്തെ ഒരു കുട്ടിക്കും കിട്ടി, നാലാമത്തെ ദിവസത്തെ ഒരു കുട്ടിക്കും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ റോയുടെയും ആവറേജ് ആണ് കാണേണ്ടത്. അത് കാണാനായി ഈ മാർക്കും കണ്ടുപിടിക്കണം, ഈ മാർക്കും കണ്ടുപിടിക്കണം, ഈ മാർക്കും കണ്ടുപിടിക്കണം. അത് ലീനിയർ ഇന്റർപോളേഷൻ നടത്തി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. ഇനി നമുക്ക് ഈ മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 മാർക്കും കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. ആ മാർക്ക് സ്റ്റെപ്പ് 2, ആ മാർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ആ മാർക്ക് സമം x1 പ്ലസ് x2 മൈനസ് x1 ഡിവൈഡ് ബൈ p2 മൈനസ് p1 ഇൻറ്റു p മൈനസ് p1 ആണ്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ഇതാണ് x1, ഇതാ ഈ മാർക്കിൻ്റെ അടിയിലുള്ളത്. ഇത് x2, ഇത് p1, ഈ 100 എന്നുള്ളത് p2, പിന്നെ ഈ വഴിക്ക് നേരെയുള്ളതാണ്, ഇതാണ് p. അപ്പം ഇതാണ് x1 പ്ലസ് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ p2 മൈനസ് p1 ഇൻറ്റു p മൈനസ് p1. ഇതാണ് ആ ഫോർമുല. ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ മാർക്ക് ഇതാണ്. ഒന്നും കൂടെ പറയാം. ഇത് x1, ഈ കോളത്തിൻ്റെ അടിയിലുള്ളത് ആദ്യത്തെ മാർക്കാണ് x1. ഈ മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ താഴെയുള്ള ആദ്യത്തെ മാർക്കാണ് x1, മുകളിലുള്ളതാണ് x2. ഈ x1ൻ്റെ നേരെയുള്ള പെർസെൻറ്റേജിലാണ് p1, x2ൻ്റെ നേരെ ഉള്ളതാണ് p2. ഏത് കോളത്തിലാണോ ഏത് മാർക്കാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ നേരെയുള്ളതാണ് p. ഇതാണ് ആ ഫോർമുല വരുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാർക്ക് ഇതാണ്, ഈ കോളത്തിൽ. അതുപോലെ തന്നെ ഈ മാർക്കും അതേ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഇതാണ് x1 എന്ന് പറയുന്ന മാർക്ക്, ഇതാണ് x2. അതുപോലെ തന്നെ p1 p2 p എല്ലാം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ മാർക്കും കണ്ടുപിടിക്കുക. ഇതേ ഫോർമുല ഉപയോഗിച്ച് ഈ മാർക്കും കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്ത് 3 മാർക്കുകൾ ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതും കണ്ടുപിടിച്ചു. അപ്പം 5 മാർക്കായി. ഈ 5ൻ്റെ കൂടെ ആവറേജ് എടുക്കുക. അതാണ് ഇവിടെ കിട്ടിയത്. 591.61166996. അതാണ് ഈ പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ നോർമലൈസ്ഡ് മാർക്ക്. അങ്ങനെ എല്ലാ കുട്ടികളുടെയും ഈ കുട്ടിക്ക് ഈ കോളത്തിലൊക്കെ 10 മാർക്കും 11 മാർക്കും 5 മാർക്കും -2 കിട്ടിയ എല്ലാ കുട്ടികളുടെയും നോർമലൈസ്ഡ് മാർക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുക. ലാസ്റ്റ് കോളത്തിലെ നോർമലൈസ്ഡ് മാർക്ക് കണ്ടുപിടിക്കുക. ഈ നോർമലൈസ്ഡ് മാർക്കാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് വേണ്ടി എടുക്കുന്നത്. ഇത് 10ഓ അതിൽ കൂടുതലോ ആയ കുട്ടികൾ മാത്രമേ ക്വാളിഫൈ ചെയ്യുള്ളൂ. അതാണ് പ്രധാന ഭാഗം. 10ഓ അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയിരിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.